നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ മരിച്ച കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ചികിത്സാ പിഴവ് കണ്ടെത്തിയാൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ പിരിച്ചുവിട്ടേക്കും. വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഡോക്ടർക്കെതിരായ കൈക്കൂലി ആരോപണത്തിൽ ഉൾപ്പെടെ അന്വേഷണം. കോൺഗ്രസിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. 20 സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ 30 പേരുടെ പട്ടികയ്ക്ക് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം. വട്ടിയൂർക്കാവിൽ K മുരളീധരനും മണലൂരിൽ TN പ്രതാപനും സ്ഥാനാർത്ഥികളാകും. പാലക്കാടും തൃപ്പൂണിത്തുറയിലും സസ്പെൻസ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. അന്വേഷണ പുരോഗതി SIT ഡിവിഷൻ ബെഞ്ചിനെ നേരിട്ടറിയിക്കും. കട്ടിളപ്പാളി കേസിൽ A പത്മകുമാർ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കും. സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യം. കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തത്തിൽ ഫയർഫോഴ്സിന്റെ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. കെട്ടിടത്തിലെ അഗ്നിസുരക്ഷാ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെന്ന് കണ്ടെത്തൽ. കൂടുതൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നതിനാൽ അപകടത്തിന്റെ ആഘാതം കൂടിയെന്നും ഫയർഫോഴ്സ്. സ്ഥാപനത്തിന്റെ പരാതിയിൽ കോഴിക്കോട് ടൗൺ പോലീസിന്റെ അന്വേഷണം തുടരുന്നു. പുണ്യമാസത്തെ വരവേറ്റ ഇസ്ലാം മതവിശ്വാസികൾ. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. വീടുകളും പള്ളികളും പ്രാർത്ഥനാമുഖരിതം. ഒമാനിലും വ്രതാരംഭം. ഗാസ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗം ഇന്ന് വാഷിംഗ്ടണിൽ. സൗദി, ഖത്തർ, ഈജിപ്ത് ഉൾപ്പെടെ 20-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കും. ഗാസയിലെ പുനർനിർമ്മാണത്തിനായി $5 ബില്യൺ സഹായം പ്രഖ്യാപിക്കും. T20 ലോകകപ്പിൽ നെതർലൻഡ്സിനെതിരെ ഇന്ത്യക്ക് 17 റൺസിന്റെ ജയം. അർദ്ധ സെഞ്ചുറിയും 2 വിക്കറ്റും നേടിയ ശിവം ദുബെ കളിയിലെ താരം. ലോകകപ്പിൽ ഇന്ത്യയുടെ തുടർച്ചയായ 13ാം ജയം. ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ. മത്സരം ഉച്ചയ്ക്ക് 1:30 ഓവലിൽ. ചാമ്പ്യൻസ് ലീഗിൽ ആദ്യപാദ പ്ലേ ഓഫിൽ ഇന്റർ മിലാനെ അട്ടിമറിച്ച് ബോഡോ. ജയം 1-3 ഗോളിന്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ സമനിലയിൽ കുരുക്കി ക്ലബ് ബ്രൂഗെ. ലെവർകൂസനും ന്യൂകാസൽ യുണൈറ്റഡിനും ജയം.